ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് ഇന്നലെ തുടക്കമായ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ തന്നെ 10 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ആദ്യ ഗഡുവായ 1000 രൂപ വീതം കൈമാറിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളല്ലാത്തവരുമായ 35-നും 60 വയസ്സിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിനുമാണ് പ്രതിമാസം 1000 രൂപ വീതം ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. നിലവിൽ 10,18,042 ഗുണഭോക്താക്കൾക്കാണ് ഈ തുക ലഭ്യമായത്. സാമ്പത്തിക പരാശ്രിതത്വം സ്ത്രീകളെ നിശബ്ദരാക്കുന്നുണ്ടെന്നും ആ അവസ്ഥയ്ക്ക് വിരാമമിടാനാണ് സർക്കാർ ഇത്തരമൊരു ഇടപെടൽ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോടും കൈനീട്ടാതെയും മറ്റുള്ളവരെ ആശ്രയിക്കാതെയും സ്ത്രീകൾക്ക് തലയുയർത്തി ജീവിക്കാനുള്ള കൈത്താങ്ങായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇതുവരെ 15,85,262 അപേക്ഷയാണ് ലഭിച്ചത്. അപേക്ഷകളിലെ ചില പൊരുത്തക്കേടുകളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗീകരിക്കാൻ കാലതാമസം വരുന്നത് കൊണ്ടുമാണ് ബാക്കിയുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്താൻ വൈകുന്നത്. അപേക്ഷ സമർപ്പിച്ചവർക്ക് പെൻഷൻ ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഇനി മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ID ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പെൻഷൻ ID കിട്ടിയ എല്ലാവർക്കും എല്ലാ മാസവും തുക അക്കൗണ്ടിൽ ലഭിക്കും. നൽകിയ അപേക്ഷകൾ ചിലർക്ക് റിട്ടേൺ ആയിട്ടുണ്ട്. അപേക്ഷയുടെ കൂടെ നൽകിയ രേഖകളും ഉദ്യോഗസ്ഥർ ഡൗൺലോഡ് ചെയ്ത് വെരിഫൈ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പൊരുത്തക്കേടുകൾ, അതായത് പേരിലും ഡേറ്റ് ഓഫ് ബർത്തിലും മറ്റ് രേഖകളിലും എല്ലാം ഒരേപോലെ അല്ലെങ്കിൽ തിരുത്തലുകൾ നടത്തി റീസബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. അപേക്ഷയിലും സർട്ടിഫിക്കറ്റിലും ബാങ്ക് അക്കൗണ്ടുകളിലും പേരിലും മറ്റെല്ലാ രേഖകളിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രേഖയിൽ പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ തന്നെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കി റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് സ്വീകരിക്കുകയാണെങ്കിൽ മാസം 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ അപേക്ഷയോടൊപ്പം വെച്ച ഡോക്യുമെൻസിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ വ്യക്തമായി വായിക്കുവാൻ കഴിയുന്ന രീതിയിൽ ക്ലാരിറ്റിയുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. അത്തരത്തിൽ ഡോക്യുമെൻറ്റുകൾ റീസബ്മിറ്റ് ചെയ്താൽ അപേക്ഷ അംഗീകരിക്കുന്നതായിരിക്കും. ഇന്നലെ മുതലാണ് പെൻഷൻ ആരംഭിക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി അപേക്ഷ വെച്ചവർ അവിടെ തന്നെ പോയി ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഫോണിൽ നോക്കാൻ അറിയുന്നവരാണെങ്കിൽ സ്മാർട്ട് വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്താലും മതി. ഫോണിൽ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് കയറി കാണുമല്ലോ. പിന്നെ ഇന്നലെ മുതൽ മാസം 1000 രൂപ പെൻഷൻ ലഭിച്ചവർ അക്കൗണ്ടിലേക്ക് എത്തിയവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: നിങ്ങൾക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ പദ്ധതിയിൽ നിന്നും പുറത്തു പോകുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾക്ക് മാസം 2000 രൂപ ലഭിക്കുന്ന പെൻഷൻ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ വീട്ടിൽ കാറോ അല്ലെങ്കിൽ വരുമാനം കൂടുതലൊക്കെ ഉണ്ടായി റേഷൻ കാർഡ് നീല വെള്ള കാർഡിലേക്ക് തരം മാറ്റപ്പെടുകയാണെങ്കിൽ ഈ ആനുകൂല്യം നിൽക്കുന്നതായിരിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 18% പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.